നല്ല മെസ്സേജാണ്. ഇപ്പൊ വഅദിന്റെ മെസ്സേജ് വന്നു, ഖുർആനിന്റെ മെസ്സേജ് വന്നു, ഏതെങ്കിലും ഒരു രോഗികളെ സഹായിക്കാനുള്ള മെസ്സേജ് വന്നു, നീ അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കണേ, അതൊരു നന്മയാണ്. മൻ ജാഅ ബിൽ ഹസന ഫലഹു അശ്റു അംസാലിഹാ. നാളെ ആഖിറത്തിൽ ഒരു നന്മയുമായി ഒരു മനുഷ്യൻ കടന്നു വന്നാൽ അവന് 10 നന്മ ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ഹബീബ് പരിശുദ്ധമായ ഖുർആൻ. ഒരു നന്മ ചെയ്താൽ, ഒരു രോഗിയെ സഹായിക്കാൻ വേണ്ടി നീ ഒരു ക്ലിക്ക് ചെയ്തു, ഒരു ഷെയർ ചെയ്തു, അത് നിനക്ക് കൂലിയാണ്. 10 നന്മയായിട്ട് അല്ലാഹു തആല നിനക്ക് ആഖിറത്തിൽ തരും. മറിച്ച് ഒരാളുടെ ഐബ് നിന്റെ മൊബൈലിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, അത് ഏത് ഗ്രൂപ്പുകാരനാകട്ടെ, ഏത് സഹോദരനാകട്ടെ, ഒരു മുസ്ലിമാണോ, അവന്റെ ഔറത്ത് നീ മറച്ചു വെക്കണേ, അത് നീ വെളിപ്പെടുത്തരുതേ. ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ അനുചരനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പാതിരാ സമയത്തുകൂടെ തന്റെ ഗ്രാമത്തിലൂടെ നടന്നു പോവുകയാണ്. ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോവുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ ഏതോ ഒരു വീടിന്റെ ഉള്ളിൽ ഒരു വിളക്ക് കാണുകയാണ്, ഒരു വെളിച്ചം കാണുകയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മതിൽ ചാടിയ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചിട്ട് ആ വീടിന്റെ ഉള്ളിലൂടെ രഹസ്യമായി നോക്കുകയാണ്. രഹസ്യമായി നോക്കുമ്പോ മഹാനായ ഉമറുൽ ഫാറൂഖ് കാണുന്ന സംഭവം എന്താ? ഒരു വൃദ്ധനായ സഹോദരൻ, ഒരു വൃദ്ധനായ വ്യക്തി, അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായി കൂടിയിരുന്ന് മദ്യപിക്കുന്ന സംഭവമാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ കതക തട്ടുകയാണ്, ഉടനെ തുറക്കുകയാ. തന്റെ പ്രജകളോടൊപ്പം എത്തിയ ഉമറുൽ ഫാറൂഖ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ്. കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോ മഹാനായ ഉമറുൽ ഫാറൂഖിന്റെ മുന്നിൽ ആ മനുഷ്യൻ വിലപിക്കുകയാണ്, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തത് ഞാൻ ഈ ദുഷിച്ച പ്രവൃത്തി ചെയ്തതിന്റെ പേരിലല്ലയോ, ഞാൻ മദ്യപിച്ചതിന്റെ പേരിലാണ്. അമീറുൽ മുഅ്മിനീനെ, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തതെങ്കിൽ ഞാൻ ഒരു ഒറ്റ കുറ്റം മാത്രമാണ് ചെയ്തത്, നിങ്ങളോ 3 തെറ്റുകളാണ് ചെയ്തത്. നോക്കിട്ട് പറയാണ്, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ, ഞാൻ മദ്യപിച്ചു, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ചെയ്തത് 3 തെറ്റാണ്. ഒന്ന്, അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. അവരെന്റെ വീട്ടിലേക്ക് കയറുമ്പോ, മറ്റൊരാളുടെ വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോ അവർക്ക് സലാം ചൊല്ലാതെ നിങ്ങൾ ആ കോമ്പൗണ്ടിൽ പ്രവേശിക്കരുതേ. സലാം പറയാതെ പോകാൻ പാടില്ല. നിങ്ങൾ എന്റെ പുറയിലേക്ക് കയറി വന്നു, നിങ്ങൾ ഈ നാടിനെ അഭിമുഖീകരിക്കുന്ന പ്രതിനിധിയാണ്, ഈ നാടിന്റെ ചെങ്കോലും കിരീടവും പിടിക്കുന്ന ആളാണ്, ഈ നാടിന്റെ ഖലീഫയാണ്. നിങ്ങൾ എന്റെ മുറിയിലേക്ക്, എന്റെ വീട്ടിലേക്ക് നിങ്ങൾ കയറിയത് സലാം പറയാതെയാണ്. ഒന്നാമത്തെ തെറ്റ്. മാറുന്നില്ലേ? പോയില്ലേ സംഭവം? രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, വഅതുൽ ബുയൂത മിൻ അബ്വാബിഹാ. ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ വീടിന്റെ പിന്നാമ്പുറത്ത് നിന്ന് വരുതേ, വീടിന്റെ നേർക്ക് നിന്ന് മുന്നിലൂടെ നടന്നു വരണമേ. അടുക്കളയുടെ ഭാഗത്ത് നിന്നല്ല വരേണ്ടത്, പിറകു ഭാഗത്ത് നിന്നല്ല വരേണ്ടത്. അത് കള്ളന്മാർ വരുന്ന ശൈലിയാണ്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീടിന്റെ നേരായ വഴികളിലൂടെ കയറി വരണം, അതാണ് വേണ്ടത്. പക്ഷെ നിങ്ങൾ വന്നതോ മതിൽ ചാടിയിട്ട് പിന്നാലെ നിങ്ങൾ കടന്നു വന്നു. ഖുർആനിനെതിരാണ് നിങ്ങൾ പ്രവർത്തിച്ചത്. ഒരു മദ്യപിക്കുന്ന ആള് പറഞ്ഞ വാക്കുകളാണ്, ഹദീസിൽ വരുന്ന സംഭവമല്ലേ ഇത്. മൂന്നാമത്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നില്ലയോ, വലാ തജസ്സസൂ, ആരുടെയും രഹസ്യം അന്വേഷിക്കരുതേ, രഹസ്യം ചൂഴ്ന്നെടുക്കരുതേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ 3 വാക്കുകൾക്കും നിങ്ങൾ എതിരാണ് ഖലീഫ ഉമറേ നിങ്ങൾ പ്രവർത്തിച്ചത്. അതുകൊണ്ട് ഒരു തെറ്റ് ചെയ്ത ഞാനാണോ കുറ്റക്കാരൻ? 3 തെറ്റ് ചെയ്ത നിങ്ങളാണോ കുറ്റക്കാരൻ?
ഉമർ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം കരയാണ് സംഭവം. നാലിച്ചോക്ക് ഒരു മദ്യപാനിയുടെ വാക്ക് കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു കരയാന്ന് പറഞ്ഞാൽ എന്താ സംഭവം? എന്താ നമ്മൾ ചെയ്യുന്ന തെറ്റ് ശരിയാണോ ഇല്ലയോ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് തെറ്റാണോ ശരിയാണോ നമ്മളൊന്ന് വിലയിരുത്തണം ആദ്യം. ഞാൻ ഒരാളെ ഗവേഷണം ചെയ്യാൻ പോകുന്നു, ഞാൻ ഒരാളുടെ ന്യൂനത പിടിക്കാൻ പോകുമ്പോൾ ആദ്യം നീ ഓർക്കണം, അല്ലാ എന്നിൽ ന്യൂനത ഉണ്ടല്ലോ, ഞാൻ എത്രയോ രഹസ്യമായിട്ട് നിന്നെ വഞ്ചിച്ചിട്ട് എത്രയോ തെറ്റുകൾ ചെയ്യുന്നവനല്ല ഞാൻ എന്തിന് പിന്നെ അവന്റെ ന്യൂനത പിടിക്കാൻ പോണം? ഇല്ല അല്ലാ, ഞാനില്ല അല്ലാ. അതാണ് ഈമാൻ. അതല്ല ഈമാൻ. യേശുക്രിസ്തു പറഞ്ഞ പോലെ തെറ്റ് ചെയ്യാത്തവൻ എറിയോളട്ടെ. ഇങ്ങോട്ടിരുന്നോ ഉസ്താദ്? അവിടെ പോയിരിക്കുന്ന ഇന്നലെ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് പേടിച്ചെന്ന് പറഞ്ഞ ഉസ്താദ് വിഷമിച്ചിരിക്കാന്ന്. നിങ്ങളുടെ കറാമത്ത് പറഞ്ഞതാണ് നമ്മള്. അല്ല ഉസ്താദിന്റെ കറാമത്ത് പറഞ്ഞാണ്ട് വാക്ക് ചിലപ്പോൾ സൂക്ഷിച്ചോണം ഉസ്താദ് സംസാരിക്കുന്നത്. എല്ലാവരും ഉസ്താദ് പറഞ്ഞാല് അത് റാഹത്തായി എന്നല്ല. അത് സ്വാഭാവികമായിട്ട് എല്ലാവരും പറയല്ലേ. ഞാൻ വിചാരിച്ചു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വേറെ ഉസ്താദായിരുന്നു, ആ ഉസ്താദ് ഇപ്പൊ അങ്ങോട്ട് മാറിയ ബേക്കല ഭാഗത്തേക്ക് അവിടത്തേക്ക് മാറി. ഉസ്താദ് ഇപ്പൊ പുതിയ ആളാണ്. അല്ല സ്വാഭാവികമായിട്ട് അങ്ങനെ ഞാൻ തമാശക്ക് പറഞ്ഞാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ പറയുമല്ലോ. എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു പക്ഷേ ലേറ്റായി പോയെന്താവും. ഞാനൊരു തമാശക്ക് പറഞ്ഞതാണ്. അല്ല ഉസ്താദിന് വിഷമമുണ്ടെന്ന് അറിയില്ല, അതൊന്നുമില്ല. അപ്പൊ അൽഹംദുലില്ലാഹ്. അപ്പൊ ആലിമീങ്ങളുടെ ഒക്കെ വാക്ക് എപ്പോഴും കബൂലിയത്തുണ്ടെന്ന് അതുകൂടെ മനസ്സിലാക്കണം. ഉസ്താദന്മാരിൽ എപ്പോഴും ഖുർആൻ ഓതുന്നവരും പിന്നെ വാള് പറയുന്നവരും നസിഹത്ത് ചെയ്യുന്നവരും ഇബാദത്ത് ചെയ്യുന്നവരും ദിക്ർ ചെയ്യുന്നവരൊക്കെ അല്ലേ. അതുകൊണ്ടൊക്കെ നമ്മൾ ഈ മഹാന്മാരൊക്കെ വിളിച്ചിട്ട് നമ്മൾ ദുആ അർപ്പിക്കുന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് അവരുടെയൊക്കെ വാക്കുകൾക്ക് എപ്പോഴും ഒരു അസറുണ്ടാവും, എപ്പോഴും ഒരു അസറുണ്ടാവും. അൽഹംദുലില്ലാഹ്. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ ശ്രദ്ധിക്കുക എല്ലാവരും. അല്ലാഹു തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരുടെയും ഐബ് വെളിപ്പെടുത്തപ്പെടാൻ ഉമർ റളിയല്ലാഹു തആല കരഞ്ഞുപോയി. സഹോദര എന്നോട് പൊറുക്കണം. ഒരു മദ്യപാനിയോട് ദ്വാരപ്പിക്കാൻ എന്നോട് പൊറുക്കണം, മാപ്പ് തരണം, എനിക്ക് നിങ്ങൾ മാപ്പ് തരണം, ഇല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും വലിയ കുറ്റക്കാരനായി തീരും. എനിക്ക് മാപ്പ് നൽകണം. ഒരു നാടിന്റെ പ്രതിനിധി, ഒരു ഖലീഫയാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹമാണ് ഈ മദ്യപാനിയുടെ മുന്നിൽ ചോദിക്കുന്നത് എനിക്ക് പൊരുത്തം തരണമെന്ന്. നമ്മളെ അപേക്ഷിച്ചിടത്തോളം ആരെങ്കിലും ചോദിക്കോ? ഒരാളുടെ എത്ര ഐബുകൾ വെളിപ്പെടുത്തും, എത്ര ഐബുകൾ ഒരാളെ വെളിപ്പെടുത്തും, രഹസ്യങ്ങൾ ചോർത്തിയെടുക്കും. ആ രഹസ്യങ്ങൾ ചോർത്തിയെടുത്താൽ പൊരുത്തമില്ലാതെ മരണപ്പെട്ടു പോയാൽ നാളെ ആഖിറത്തിൽ ഇവന്റെ നന്മ അല്ലാഹു അവനെടുത്ത് കൊടുക്കൂലേ? ഒരാൾക്കെതിരെ ഗീബത്തോ നമീമത്തോ ഏഷണിയോ ദൂഷണമോ പറയാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ഒരാളുടെ ഐബ് നമ്മുടെ മൊബൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മളത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യരുത്. അതാണ് നന്മ, സോഷ്യൽ മീഡിയയിലെ നന്മ. ഈ ഷെയർ ചെയ്താൽ അത് ആ സോഷ്യൽ മീഡിയയിലെ തിന്മ തന്നെയാണ്, യാതൊരു സംശയമില്ല. ഒരാൾക്ക് പറയാൻ പാടില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹൽ തദ്റൂന മൻ ശിറാറുൻ നാസ്. ജനങ്ങളിൽ നികൃഷ്ടരാരെന്ന് നിങ്ങൾക്കറിയുവോ സ്വഹാബ? ജനങ്ങൾ നിന്ദ്യരാരെന്ന് നിങ്ങൾക്കറിയുവോ സ്വഹാബത്തെ? അള്ളാന്റെ റസൂല്, അള്ളാന്റെ പ്രവാചകനായ ഹബീബായ തങ്ങളെ സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്. ഖാലൂ അല്ലാഹു വറസൂലുഹു അഅലം. അല്ലാഹു റസൂലുമല്ലാതെ ഞങ്ങൾക്കറിയില്ല ഹബീബേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട സഹാബാക്കളെ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ദുൽ വജ്ഹൈൻ ഔ ദു ലിസാനൈൻ. രണ്ട് മുഖമുള്ളവരാണ് അല്ലെങ്കിൽ രണ്ട് നാവുകളുള്ളവരാ. ഹബീബ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾക്ക് കാര്യം മനസ്സിലായില്ല. ആരാ മോശക്കാരൻ? ജനങ്ങളിൽ മോശം ആരാ? ഏറ്റവും നികൃഷ്ടനാരാണ്? വൃത്തികെട്ടവനാരാണ്? രണ്ട് മുഖമുള്ളവനാ, രണ്ട് നാവുള്ളവനാണ് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന് കാര്യം മനസ്സിലാക്കി കൊടുക്കുകയാണ് സഹാബാക്കൾക്ക്. യഅതി ബിഹൗലാഇ ബിവജ്ഹിൻ വയഅതി ബിഹൗലാഇ ബിവജ്ഹിൻ. ഒരാളുടെ ഭാഗത്ത് ഒരു മുഖത്തോടുകൂടി പോകും, അതേ വ്യക്തി തന്നെ മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു മുഖ സാദൃശ്യമുള്ളവനായി മാറും.